ഞാൻ എൻ്റെ ആരോഗ്യവും എൻ്റെ സമയവും എൻ്റെ സമ്പത്തും എൻ്റെ എല്ലാ കഴിവും നന്മയ്ക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ഉപകാരത്തിന് ഞാൻ ചെലവഴിക്കും എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണമേ. ഇതെല്ലാം നിങ്ങൾ ചെയ്തു. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, ആരോഗ്യം നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചു, നാടിനും സമൂഹത്തിനും പള്ളിക്കും മദ്രസക്കും നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉപകാരം ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് നിയത്ത് ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നിങ്ങളിൽ സംഭവിക്കുകയാണെങ്കിൽ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ വകദാ, ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചു പോയത് എന്ന് നിങ്ങൾ വെറുതെ പരിതപിക്കരുത്. വലാകിൻ ഖുൽ, പക്ഷേ നിങ്ങൾ പറയണം ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തീരുമാനിച്ചു, അവൻ ഉദ്ദേശിച്ചത് അല്ലാഹു നടത്തുകയും ചെയ്തു എന്ന് പറയും. ഫഇന്ന ലൗ, കാരണം ലൗ എന്ന് പറയുന്ന ഞാൻ ചെയ്തിരുന്നെങ്കിൽ, ഇഫ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് ഡൺ ദാറ്റ്, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ, അങ്ങനെ പിന്നെ പറയരുത്. നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി പോവാൻ ഒരു ചാരിറ്റി സംവിധാനം, അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ട്, ഒരു CS സെന്റർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു തണലുണ്ട്, അല്ലെങ്കിൽ പാലിയേറ്റീവ് ഉണ്ട്. നിങ്ങൾ രോഗിയെയും കൊണ്ട് പോവാൻ, പോകുന്ന പോക്കിൽ ആംബുലൻസ് ആക്സിഡന്റ് ആയി, അങ്ങനെ സംഭവിക്കാലോ. അപ്പൊ നിങ്ങൾ പറയാ, ഹേ ഞാൻ എന്തിനാ ഇപ്പൊ ഈ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത്, വേണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങൾ ചെയ്തത് നന്മയാണ്. അതിന് പിറകെ വന്ന പരീക്ഷണങ്ങൾ അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. വലാകിൻ ഖുൽ, പക്ഷേ നിങ്ങൾ പറയേണ്ടത് ഖദ്ദറല്ലാഹ്, അല്ലാഹു തീരുമാനിച്ചു, വമാ ശാഅ ഫഅൽ, അവൻ ഉദ്ദേശിച്ചത് അല്ലാഹു ചെയ്യുകയും ചെയ്തു. അല്ലാഹു തീരുമാനിച്ചു, ഞാൻ പോവാണ്ടിരുന്നെങ്കിൽ എനിക്ക് വേറെന്തെങ്കിലും സംഭവിക്കുമായിരുന്നല്ലോ, എനിക്ക് ഇങ്ങനെ അപകടം സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറയരുത്. നിങ്ങൾ ചെയ്തതും മനസ്സുകൊണ്ട് നിയത്ത് ചെയ്തതും നന്മയല്ലേ, പിന്നെ അതിനെ തുടർന്ന് വരുന്നത് അല്ലാഹുവിന്റെ ഖളാ ആണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പഴിചാരരുത്. ചെയ്തത് നന്മയല്ലേ, കുറച്ച് നിൽക്കുക. കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് തഫ്തഹു അമല ശൈത്വാൻ, അത് പിശാചിന്റെ ജോലിയാണ്, പിശാച് ചെയ്യുന്ന പണിയാണ്. ആ പിശാചിന്റെ വഴിക്ക് നിങ്ങൾ തുടക്കം കുറിക്കരുത്, അതിന് ശ്രദ്ധ കൊടുക്കരുത്. അവനാണ് പറയാ, അപ്പൊ പറയും ഇനി ഞാൻ ഒരു നന്മയ്ക്കുമില്ല. ഇപ്പൊ പള്ളിക്കും മദ്രസക്കൊക്കെ സേവനം ചെയ്ത് റിട്ടയർഡായി എന്നല്ല, കമ്മിറ്റി മാറുന്ന സമയത്തുണ്ട് കുറച്ച് ഇടങ്ങേറ് കേൾക്കാൻ. ഇത്രയും കാലം പള്ളിക്ക് തിരിഞ്ഞു നോക്കാത്ത മഹാന്മാരായിരിക്കും വന്നിട്ട് പള്ളി പ്രസിഡന്റ് കട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഖജാൻജി ബില്ലില്ലാതെ എന്തോ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ സാധുക്കൾ പോക്കറ്റിൽ നിന്ന് കയ്യിൽ നിന്ന് എടുത്തിട്ടായിരിക്കും നടത്തിയിട്ടുണ്ടാവും. ഇത്രയും കാലം ഈ പള്ളിയിൽ കരണ്ടുണ്ടോ, വെള്ളമുണ്ടോ, മുഖ്രിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ, ഇതൊന്നും ചോദിക്കാത്ത ആള് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവരെയൊക്കെ ചീത്ത പറഞ്ഞു പോകും, ഇവർക്ക് സമാധാനത്തിൽ പോയി കിടന്നുറങ്ങാൻ. അപ്പൊ ഈ സാധു ആലോചിക്കുക, വേണ്ടില്ലായിരുന്നു, എന്തിനാ ഇപ്പൊ ഞാൻ പള്ളി കമ്മിറ്റിക്കും മദ്രസക്കും വേണ്ടി പ്രവർത്തിച്ചത്, വേണ്ടില്ലായിരുന്നു. ഞാനും എൻ്റെ സ്കൂളും എൻ്റെ ജോലിയും എൻ്റെ ഓഫീസ് ജോലിയും എൻ്റെ ബിസിനസ് നോക്കി നടന്നിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നല്ലോ. എന്തിനു പടച്ചോനെ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വന്നു? അങ്ങനെ ഒരിക്കലും പറയരുത്. ഖദ്ദറല്ലാഹ്, ഇത് അല്ലാഹു തീരുമാനിച്ചു, അല്ലാഹുവിന്റെ തീരുമാനം നടന്നു. ജനങ്ങൾ നല്ലത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്തത് അല്ലാഹുവിനാണ്. ഞാനിതിൽ വഞ്ചന ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, എൻ്റെ റബ്ബിനറിയാം. പിന്നെ പറയേണ്ടവർ പലതും പറയും, അത് ലോകം അങ്ങനെയാണ്. നമ്മൾ വിഷമിക്കരുത്. فإن لو تفتح عمل الشيطان, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ ഖൈബർ യുദ്ധം നടക്കുമ്പോൾ ദീനിന്റെ പതാക ഏൽപ്പിച്ച ഒരു രംഗമുണ്ട്. ഇശാനിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ സ്വഹാബികളോട് പറയുന്നു, ഖൈബറിലേക്ക് നാളെ പോകും നമ്മൾ. ഖൈബർ ഒരു ജൂയിഷ് സെറ്റിൽമെന്റ് ആയിരുന്നു, അത് ജൂതന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. മദീനയിൽ നിന്നൊരു 150-200 കിലോമീറ്റർ അകലെ. ഇപ്പോൾ പോയാലും അന്നത്തെ ജൂതന്മാരുടെ കോട്ടകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പൊ ഖൈബർ ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചെന്നാൽ എത്രയും 100 റിയാലോ 150 റിയാലോ ടിക്കറ്റ് എടുത്താൽ അവരുടെ പഴയകാല കോട്ടകൾക്കുള്ളിലൂടെ അവരുടെ ബഗീസിൽ പോയിട്ട് ഇങ്ങനെ വിശദീകരണം കേട്ട് കണ്ടുവരാം. 1400 കൊല്ലം മുമ്പുള്ള ജൂതന്മാരുടെ കോട്ടകൾ ഇന്ന് ടൂറിസത്തിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് സൗദി അറേബ്യ. ഒരുപാട് മേഖലകളിൽ മാറ്റം വന്ന കൂട്ടത്തിൽ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ പുണ്യനബി തങ്ങൾ പറഞ്ഞു, ദീനിന്റെ ഈ പതാക ഞാൻ ഏൽപ്പിക്കുന്നത് റജുലൻ,
ഒരു ആൺകുട്ടിയെ, ഒരു ചെറുപ്പക്കാരനെ, ഒരു പുരുഷനെ ഞാൻ ഏൽപ്പിക്കും. യുദ്ധത്തിന് അവരാ പോവുക. എന്താ ഈ ആളിന്റെ പ്രത്യേകത എന്നറിയോ? യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. വയുഹിബ്ബുഹുല്ലാഹു വറസൂലു, അല്ലാഹുവിനും റസൂലിനും അയാളെ ഇഷ്ടവുമാണ്. അങ്ങനത്തെ ഒരാളെയാണ് ഞാൻ ഈ പതാക ഏൽപ്പിക്കുന്നത്. യഫ്തഹുല്ലാഹു അലാ യദൈ, അവരുടെ കരങ്ങളാൽ അല്ലാഹു വിജയം നൽകും. അപ്പൊ സ്വഹാബികൾ കിടന്നുറങ്ങിയിട്ട് ആർക്കും ഉറക്കമുറുകയില്ല എന്നാ. ആരായിരിക്കും ആ ആള്? അല്ലാഹും റസൂലും സ്നേഹിക്കുന്ന, റസൂലിനെയും അല്ലാഹുവിനെയും ഇഷ്ടപ്പെടുന്ന ഒരാൾ. അവരുടെ കരങ്ങളാൽ ഖൈബർ വിജയം വരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആരാണത് എന്നറിയാൻ ഓരോരുത്തരും ആഗ്രഹിച്ചു. അന്ന് പതാക പിടിക്കുന്ന ഒരു നേതാവുക എന്നത് സ്വഹാബത്തിന്റെ ആരുടെയും ആഗ്രഹമല്ല. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഫവല്ലാഹി മാ അഹ്ബബ്തുൽ ഇമാറത ഇല്ലാ യൗമഇദിൻ, അന്നത്തെ ദിവസം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കൊതിച്ചു പോയിട്ടുണ്ട്, ഈ സൈന്യത്തിന്റെ നേതാവ് ഞാനായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരിക്കലും അത് ആഗ്രഹിക്കാറില്ല. പക്ഷേ നബി തങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആള് ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സൈന്യത്തിന്റെ നേതാവ് ആകണമെന്ന് മനസ്സുകൊണ്ട് ഞാൻ കൊതിച്ചത് ആ രാത്രിയാണ്. ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു. അതുവരെ നേതൃത്വം ആരും ആഗ്രഹിക്കാൻ പാടില്ലാത്ത സംഗതിയാണത്. നമ്മൾ മത്സരിക്കുന്ന ആൾക്ക് സ്ഥാനാർത്ഥി എന്ന പേര് വെക്കുന്നത്. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സരിക്കുന്ന ആൾ, ആ വാക്കർത്ഥം ഇച്ചിരി ഡേഞ്ചറാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനം അർത്ഥിക്കുന്ന ആള്, സ്ഥാനം ആഗ്രഹിക്കുന്ന ആള്. ഇസ്ലാമിലാണെങ്കിലോ സ്ഥാനം ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ മലയാള പ്രയോഗം അതാണെന്ന് ചോദിച്ചിട്ട് വോട്ട് ചെയ്യാതിരിക്കേണ്ടെന്നല്ല ഞാൻ പറയേണ്ടത്. അത് ആ വഴിക്ക് പോയിക്കോട്ടെ. പക്ഷെ വാക്ക് ഇപ്പൊ മലയാളത്തിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ? ഭരിക്കപ്പെടുന്നവൾ എന്നാണ്. അപ്പൊ ആരാ ഭരിക്കുന്ന ആള്? ഭർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞ പോലെ ഭർത്താവ് ഭരിക്കുക, മറ്റാള് ഭരണത്തിന് കീഴിൽ നിൽക്കുന്ന ആളെന്നാണ്. ഇസ്ലാമിൽ അതല്ലല്ലോ പ്രയോഗം. ഇസ്ലാമിൽ എന്താ? സൗജ്, ഇണയെന്നാണ്, സ്പൗസ്. പകുതി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു നാണയത്തിന്റെ രണ്ട് പുറം പോലെ എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അതാണ് ഇസ്ലാമിന്റെ പ്രയോഗം. സൗജ്, സൗജത്ത്, ഇണ, തുണ എന്നാണ്. പക്ഷെ മലയാളത്തിൽ അത് വരുമ്പം ഭരിക്കപ്പെടുന്ന ആള് എന്നായി മാറും. ഇസ്ലാമിൽ അങ്ങനെയല്ലല്ലോ. ഭാര്യനെ പുറത്ത് അങ്ങനെ ഭരിക്കുക, അവരുമായി കൂടി ആലോചിക്കണം എന്നാ പറഞ്ഞത് അല്ലേ? അവരുമായി കൺസൾട്ടേഷൻ ചെയ്യണം, അവരെ ബഹുമാനിക്കണം, അവരുടെ ആഗ്രഹങ്ങളെ ബഹുമാനിക്കണം, അവർക്ക് നീതി കൊടുക്കണം. ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. ഭരിക്കപ്പെടുന്ന ആളെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് അവകാശം പറയാൻ പറ്റുമോ? പക്ഷെ മലയാളത്തിൽ അതാ പ്രയോഗം അങ്ങനെയാണ്. ആ പ്രയോഗത്തിന് ഇച്ചിരി ഭാഷ അങ്ങനെയാണല്ലോ. ഭാഷയിൽ ചില അഴിച്ചുപണികളൊക്കെ നമ്മൾ ചിലത് ഇങ്ങനെ അത് ഇറങ്ങിച്ചെന്നാൽ വേണ്ടിവരുമെന്ന് തോന്നിപ്പോകുന്നു. നേതൃത്വം ആഗ്രഹിക്കുന്നവർക്കത് കൊടുക്കരുതാണ്. പക്ഷേ യോഗ്യതയുള്ള ആളുകൾ അവരത് ഏറ്റെടുക്കുകയും വേണം. എന്നല്ല എന്നെ ആക്കണേ എന്ന് പറഞ്ഞ് എല്ലാവർക്കും നോട്ടീസ് അടിക്കുക, എല്ലാവർക്കും വാട്സപ്പ് മെസ്സേജ്, എന്നെ സെക്രട്ടറിയൊക്കെ എടുക്കണേ, എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണേ, എന്നെ തിരഞ്ഞെടുക്കണേ. അത് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് ജനങ്ങൾ തീരുമാനിക്കണം ആരാണ് യോഗ്യതയുള്ളവർ. അവരെ ഏൽപ്പിക്കുക, അവർ മുമ്പിൽ നിൽക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഒരിക്കലും ജീവിതത്തിൽ ഒരു നേതൃത്വം ഞാൻ കൊതിച്ചിട്ടില്ല. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ഈ സംഭവത്തിൽ നബി തങ്ങൾ തെരഞ്ഞെടുത്ത ആൾ. അലി തങ്ങളാ. പക്ഷേ നബി തങ്ങൾ